പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മെയ് മാസം 28 വ്യാഴാഴ്ച. അപ്പസ്തോല പ്രവൃത്തികൾ 19 അധ്യായം 11-12 വാക്യങ്ങൾ. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കാൻ അവൻ്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരയും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. ഈ വചനഭാഗം നമ്മെ ഒരു വലിയ സത്യത്തിലേക്ക് നയിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ദൈവം തൻ്റെ ദാസരിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതാണ്. എന്നാൽ അതിൻ്റെ മഹത്വം മനുഷ്യർക്കല്ല, ദൈവത്തിനാണ് നൽകുന്നത്. അപ്പസ്തോലനായ പൗലോസ് എഫെസോസ് പട്ടണത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോഴായിരുന്നു ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. അന്ന് എഫെസോസ് വിഗ്രഹാരാധനയും അന്ധവിശ്വാസവും നിറഞ്ഞ ഒരു നഗരമായിരുന്നു. എന്നാൽ ആ ഇരുട്ടിനിടയിൽ ദൈവത്തിൻ്റെ ശക്തി പ്രകാശമായി വെളിപ്പെട്ടു. ദൈവം പൗലോസിലൂടെ അസാധാരണ പ്രവൃത്തികൾ ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത്, പൗലോസ് തൻ്റെ മഹത്വത്തിനായി ഒന്നും ചെയ്തില്ല. അവൻ ദൈവത്തിൻ്റെ ഉപകരണമായി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്നത്തെ സന്ദേശത്തിൻ്റെ പ്രധാന ആശയം ഇതാണ്: ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ജീവിതം ദൈവത്തിൻ്റെ ശക്തിയുടെ പാത്രമാകും എന്നതാണ്. ദൈവം ആരെയെങ്കിലും ഉപയോഗിക്കുമ്പോൾ അവരുടെ കഴിവ് മാത്രം നോക്കിയല്ല ഉപയോഗിക്കുന്നത്, അവരുടെ സമർപ്പണവും വിശ്വാസവും വിശുദ്ധിയും നോക്കിയാണ് ഉപയോഗിക്കുന്നത്. പൗലോസ് വലിയ വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. എന്നാൽ അവനെ മഹാനാക്കിയത് അവൻ്റെ വിനയവും ക്രിസ്തുവിനോടുള്ളതായ സമർപ്പണവുമായിരുന്നു. ഇന്ന് നാം ഒരു ചോദ്യം ചോദിക്കേണ്ടതായിട്ടുണ്ട്: നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കൈകളിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? നാം ആരാധനയിൽ പങ്കെടുക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, വചനം ശ്രവിക്കുന്നവരാണ്, വചനം ധ്യാനിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നുണ്ടോ? പൗലോസിൻ്റെ വസ്ത്രം പോലും അനുഗ്രഹത്തിന് കാരണമായി എന്നല്ലേ ഇവിടെ കാണുന്നത്. കാരണം അവൻ്റെ ജീവിതം ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞതായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ശക്തി ഇന്നും മാറിയിട്ടില്ല. മാറിയത് പലപ്പോഴും നമ്മുടെ സമർപ്പണമാണ്. ആദിമസഭയിലെ വിശ്വാസികൾ പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ഉറച്ചു നിന്നപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിലൂടെ പ്രവർത്തിച്ചു. ഇന്നും ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിലും സഭകളിലും ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടണം. അതിനായി നാം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഈ വചനത്തിൽ മറ്റൊരു സന്ദേശവും നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തി രോഗശാന്തിക്കും വിടുതലിനും കാരണമാകും. അതായത് ദൈവം മനുഷ്യൻ്റെ സമഗ്രമായ രക്ഷയാണ് ആഗ്രഹിക്കുന്നത്. ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും സൗഖ്യം. ഇന്നും പലരും ഭയത്തിലും നിരാശയിലും പാപബന്ധനങ്ങളിലുമാണ് ജീവിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം മനുഷ്യനെ സ്വതന്ത്രനാക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാകും. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ സ്പർശം കൈവരിച്ചാൽ നാം പോകുന്നിടത്ത് സമാധാനവും ആശ്വാസവും പ്രത്യാശയും വരക്കും. ഒരു പ്രാർത്ഥനയിലൂടെ, ഒരു നല്ല വാക്കിലൂടെ, ഒരു സഹായഹസ്തം കൊണ്ട് പോലും ദൈവം മറ്റുള്ളവരെ സ്പർശിക്കാം. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട കൈകൾ അത്ഭുതങ്ങളുടെ വഴിയാകും. നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാം. അപ്പോൾ ദൈവം നമ്മിലൂടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തും. പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, പൗലോസിലൂടെ പ്രവർത്തിച്ച അതേ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതങ്ങളെയും സ്പർശിക്കണമേ. ഞങ്ങളെ വിശുദ്ധിയിലും സമർപ്പണത്തിലും നയിക്കണമേ. ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്ന ഉപകരണങ്ങളാക്കണമേ. രോഗികളെയും നിരാശരായവരെയും ദുഃഖിതരെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ഞങ്ങളിലൂടെ നിന്റെ മഹത്വം വെളിപ്പെടുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.